നമസ്കാരം. കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവിട്ടേക്കുമെന്നാണ് വിവരം. വൈകിട്ട് 4 മണിക്ക് തെരഞ്ഞെടുപ്പ് സമിതി ചേർന്ന പട്ടികയ്ക്ക് അംഗീകാരം നൽകും. കേരളത്തിൽ നിന്ന് ദില്ലിയിലെത്തുന്ന നേതാക്കൾ രാവിലെ ചർച്ച നടത്തി കൂടുതൽ മണ്ഡലങ്ങളിൽ ഒറ്റപ്പേരിലെത്തും. കെ സുധാകരനുമായി ഹൈക്കമാൻഡ് നേതാക്കൾ നാളെ കൂടിക്കാഴ്ച നടത്തും. സുധാകരനോട് അനുഭാവം കാട്ടിയാൽ കൂടുതൽ എംപിമാർ സീറ്റ് ആവശ്യപ്പെടും. സിറ്റിംഗ് എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ഹൈക്കമാൻഡ് പൂർണ്ണമായും അംഗീകരിക്കുമോ എന്നതിലാണ് സസ്പെൻസ്. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. CPI വിട്ട CC മുകുന്ദൻ MLA BJPയിൽ. ഇന്ന് ഉച്ചയോടെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിലെത്തി CC മുകുന്ദൻ അംഗത്വം സ്വീകരിച്ചു. സിറ്റിംഗ് സീറ്റായ നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയാകും. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ സീറ്റുമായി ബന്ധപ്പെട്ട NDAയിൽ പൊട്ടിത്തെറി. NDAയിൽ തർക്കം ഉടലെടുത്തത് കൊടുങ്ങല്ലൂർ സീറ്റ് വേണമെന്ന് 2020യും BDJS-ഉം ആവശ്യപ്പെട്ടതോടെ. ഗ്യാസ് ലഭ്യത ഉറപ്പുവരുത്തുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച മഹിളാ കോൺഗ്രസ്. കോണത്തുകുന്ന് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മഹിളാ കോൺഗ്രസ് വെള്ളാങ്കല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. CPI വിട്ട CC മുകുന്ദൻ MLA BJPയിൽ. ഇന്ന് ഉച്ചയോടെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിലെത്തി CC മുകുന്ദൻ അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസ് കൈവിട്ടതോടെ മുകുന്ദൻ BJP നേതാക്കളുമായി ബന്ധപ്പെടുകയായിരുന്നു. BJP പ്രവേശനം ഉറപ്പിച്ചതോടെ സിറ്റിംഗ് സീറ്റായ നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയാകും. വളരെയേറെ നിർണായകമായ പങ്കാളിത്തം വഹിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനം. അതിലേക്ക് ഇനിയും ഞാനും കൂടി വരുമ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് വന്നിട്ടുള്ളത്. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കുക, പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നൊരു പ്രതിജ്ഞയാണ് എന്റെ മനസ്സിലുള്ളത്. അത് നിറവേറ്റുന്ന നിലയിൽ എന്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് എന്നും കൂടുപുലർത്തി ഞാൻ മുന്നോട്ട് പോകും എന്നൊരു പ്രതിജ്ഞയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നാട്ടികയിൽ മത്സരിക്കുന്നതിനായി CPI വിട്ട CC മുകുന്ദൻ MLA കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും മറുപടി നൽകിയിരുന്നില്ല. പിന്നാലെ CC മുകുന്ദനെ പിന്തുണയ്ക്കാതെ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. സുനിൽ ലാലൂർ ആയിരിക്കും നാട്ടികയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുക. മുകുന്ദൻ വിമതനായി മത്സരിച്ചാൽ CPI സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിക്കുമെന്നും അതുവഴി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാമെന്നുമാണ് നേതാക്കളുടെ വിലയിരുത്തൽ. കോൺഗ്രസും കൈവിട്ടതോടെയാണ് CC മുകുന്ദന്റെ പുതിയ നീക്കം. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് CPIയിൽ നിന്ന് കഴിഞ്ഞ ദിവസം CC മുകുന്ദനെ പുറത്താക്കിയത്. മണ്ഡലത്തിൽ മുകുന്ദന് പകരം മുൻ MLA ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയായി CPI നേതൃത്വം പ്രഖ്യാപിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഗീതാ ഗോപിയുടേത് പേയ്മെന്റ് സീറ്റെന്ന് വിമർശിച്ച CC മുകുന്ദൻ പണം പിരിച്ചു നൽകാൻ കഴിയാത്തതിനാലാണ് തന്നെ ഒഴിവാക്കിയതെന്നും ആരോപിച്ചു. ആദ്യഘട്ടത്തിൽ മുകുന്ദനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അവർ പിന്മാറുന്നത് മുകുന്ദന് തിരിച്ചടിയാണ്. ഇതോടെയാണ് BJP ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിലെത്തി CC മുകുന്ദൻ അംഗത്വം സ്വീകരിച്ചത്. BJP പ്രവേശനം ഉറപ്പിച്ചതോടെ സിറ്റിംഗ് സീറ്റായ നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയാകും. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ സീറ്റുമായി ബന്ധപ്പെട്ട NDAയിൽ പൊട്ടിത്തെറി. കൊടുങ്ങല്ലൂർ സീറ്റ് വേണമെന്ന് 2020യും BDJS-ഉം ആവശ്യപ്പെട്ടതോടെയാണ് NDAയിൽ തർക്കം ഉടലെടുത്തത്. ഇതോടെ സംസ്ഥാന നേതൃത്വം തൃശങ്കുവിലായി. കൊടുങ്ങല്ലൂരിൽ BJP നേതാവ് B ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. B ഗോപാലകൃഷ്ണനായി ചുവരെഴുത്ത് പ്രചാരണവും തുടങ്ങിയിരുന്നു. ഇതിനിടയിലാണ് സീറ്റിനായി ഘടകകക്ഷികൾ രംഗത്തെത്തിയത്. അതേസമയം ഗോപാലകൃഷ്ണനായി തുടങ്ങിയ ചുമരെഴുത്തുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് പ്രവർത്തകർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിലവിൽ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഗ്യാസ് ലഭ്യത ഉറപ്പുവരുത്തുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഹിളാ കോൺഗ്രസ് വെള്ളാങ്കല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. കോണത്തുകുന്ന് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെബി അലിയാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് റസിയ അബു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് മായ രാമചന്ദ്രൻ, സുലേഖ അബ്ദുള്ളക്കുട്ടി, പ്രീതി, ഷീമ വിജയൻ, ഗീതാ സുധാകരൻ, ജയലക്ഷ്മി, ഷീജ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ 10 വർഷം തടവ് ശിക്ഷ ലഭിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിടികൂടി. തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശി നീട്ടാണി വീട്ടിൽ സനോജ് എന്ന് വിളിക്കുന്ന 25 വയസ്സുള്ള പ്രവീണാണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. 2020 ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കേസിൽ കോടതി ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് അപ്പീൽ പോകുന്നതിനായി കോടതിയിൽ നിന്ന് ജാമ്യം നേടിയ പ്രതി
പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനായി ചാലക്കുടി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് ശിക്ഷാവിധി വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കൊരുമ്പിശ്ശേരി സ്വദേശി തോപ്പുംവളപ്പിൽ വീട്ടിൽ കുട്ടൻ എന്നറിയപ്പെടുന്ന 21 വയസ്സുള്ള പ്രണവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മാർച്ച് 10-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുകയായിരുന്ന പുത്തഞ്ചിറ സ്വദേശിയായ 17 വയസ്സുള്ള വിദ്യാർത്ഥിയെയാണ് പ്രതികൾ ആക്രമിച്ചത്. കഴിഞ്ഞ വർഷം ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥികളുമായി ഉണ്ടായ സംഘർഷത്തിൽ പരാതിക്കാരനായ വിദ്യാർത്ഥിയും ഉൾപ്പെട്ടിരുന്നു എന്ന തെറ്റിദ്ധാരണയിലാണ് വിദ്യാർത്ഥിയെ ആക്രമിച്ചത്. സാഹിത്യ പ്രവർത്തക സ്വാശ്രയ സംഘം പുസ്തക പ്രകാശനവും PK ബാലകൃഷ്ണൻ അനുസ്മരണവും നടത്തി. പള്ളിപ്പുറം സഹകരണ ബാങ്ക് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പൂയപ്പള്ളി തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ ചരിത്രത്തിൽ ക്രിയാത്മകമായ സ്ഥാനം നേടിയിട്ടുള്ള പലരും ആധികാരികത്തിൽ ആ തരത്തിൽ 19ാം നൂറ്റാണ്ടിൽ പ്രാരംഭഘട്ടത്തിൽ എഴുതാറാകുമ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് നോവലിൻ്റെ കർത്താവാണ്. അപസർപ്പ നോവൽ തേജസ്വാമിയിലെന്തോ ഭൂതാഭിനയം നടത്തുന്നത്. സാഹിത്യ പ്രവർത്തക സ്വാശ്രയ സംഘം പ്രസിഡന്റ് NS ഡേസി അധ്യക്ഷയായി. 16 സാഹിത്യകാരന്മാർ എഴുതിയ കഥ സമാഹാരമായ പെൻഡുലം പുസ്തകം പൂയപ്പള്ളി തങ്കപ്പൻ പ്രകാശനം ചെയ്തു. വിനോദ് കൃഷ്ണ പുസ്തകം ഏറ്റുവാങ്ങി. ഫോക്ലോർ അവാർഡ് നേടിയ ചുമർ ചിത്രകാരൻ സാജു തുരുത്തിലിനെ ചടങ്ങിൽ ആദരിച്ചു. ജോസഫ് പനക്കൽ, സാജു തുരുത്തിൽ, പറവൂർ ബാബു, വിവേകാനന്ദൻ മുനമ്പം, കവിത ബിജു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPI വിട്ട CC മുകുന്ദൻ MLA BJPയിൽ. ഇന്ന് ഉച്ചയോടെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിലെത്തി CC മുകുന്ദൻ അംഗത്വം സ്വീകരിച്ചു. സിറ്റിംഗ് സീറ്റായ നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയാകും. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ സീറ്റുമായി ബന്ധപ്പെട്ട NDAയിൽ പൊട്ടിത്തെറി. NDAയിൽ തർക്കം ഉടലെടുത്തത് കൊടുങ്ങല്ലൂർ സീറ്റ് വേണമെന്ന് 2020-യും BDJS-ഉം ആവശ്യപ്പെട്ടതോടെ. ഗ്യാസ് ലഭ്യത ഉറപ്പുവരുത്തുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഹിളാ കോൺഗ്രസ്. കോണത്തുകുന്ന് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മഹിളാ കോൺഗ്രസ് വെള്ളാങ്കല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.